ഹലോ എവ്രിവൺ, സുഖല്ലേ എല്ലാവർക്കും? പഠിക്കാനൊക്കെ തുടങ്ങിയോ? എന്താണ് പ്ലസ് ടുക്കാർക്ക് ഓണ എക്സാം ടൈം ടേബിളൊക്കെ വന്നു അല്ലേ? പക്ഷേ പ്ലസ് വൺകാരുടെ എന്താണ് തീരുമാനമായിട്ടില്ല. ഇല്ലെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കോളൂ. കാരണം എന്തായാലും സ്കൂൾ ലെവലിലെങ്കിലും എക്സാം നടത്താണ്ടിരിക്കില്ല. നമ്മളെന്താണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞു. സോ ഓരോന്നോരോന്ന് പഠിക്കാൻ തുടങ്ങുക നിങ്ങൾ. ഓക്കെ, ഇപ്പോഴേ പഠിച്ചാൽ എന്താണ് അത് പബ്ലിക് എക്സാമിന് വരെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, മാക്സിമം മാർക്ക് നിങ്ങൾ പ്ലസ് വണ്ണിൽ വാങ്ങാൻ നോക്കുക. അല്ലാണ്ട് എന്താണ് പ്ലസ് വണ്ണ് കുറച്ച് ഉഴപ്പി അതിനുശേഷം എന്താണ് പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്ന അത്ര മാർക്ക് കിട്ടില്ല. കാരണം എന്താണ് പ്ലസ് വണ്ണിനെയും കാട്ടും എന്തായാലും കുറച്ചും കൂടി എന്താണ് ടഫ് ആയിരിക്കുമല്ലോ എന്ത് പ്ലസ് ടു എന്ന് പറയുന്നത്. സോ നിങ്ങൾ മാക്സിമം മാർക്ക് പ്ലസ് വണ്ണിൽ തന്നെ വാങ്ങാൻ നോക്കാം. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. തുടങ്ങല്ലടാ. ഏതാണ്? ലോസ് ഓഫ് മോഷൻ. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്താണ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വെയിറ്റേജ് വരുന്നത് 8 മാർക്കോളം വെയിറ്റേജ് വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്ത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഡെയിലി ലൈഫ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് എന്താണ് എന്ത് ചെയ്ത് പഠിക്കാൻ പറ്റും? കണക്ട് ചെയ്ത് പഠിക്കാം. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ആരംഭിക്കലാമാ? ഓക്കെ, ലോസ് ഓഫ് മോഷൻ എന്താണ്? നമുക്കറിയാം ഇത്രയും ദിവസം, അതായത് ലോസ് ഓഫ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിലും മോഷൻ ഇൻ പ്ലെയിനിലും ഒക്കെ നമ്മൾ കൈനമാറ്റിക്സിനെ കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? കൈനമാറ്റിക്സ് എന്തായിരുന്നു? അവിടെയൊക്കെ നമ്മൾ മോഷനെ കുറിച്ച് പഠിച്ചു. പക്ഷേങ്കിലും മോഷന് കാരണമാവുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ അവിടെ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഷന് കാരണമാവുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് ഡൈനാമിക്സ്. ഓക്കെ, ഇനി മുതൽ ഡൈനാമിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. കൈനമാറ്റിക്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് ഡൈനാമിക്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, എന്താണ് മോഷന് കാരണമാവുന്ന ആൾക്കാരെ കുറിച്ചും എന്താണ് നമ്മളിവിടെ പരിചയപ്പെടും. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലടാ? ഓക്കെ, പിന്നെന്താണ് പറയാനുള്ളത്? ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള എന്താണ് മഹത് വ്യക്തി, എന്താണ് വൺ ഓഫ് ദ മോസ്റ്റ് എന്താണ് ബ്രില്യൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് വേണേൽ പറയാം, ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസെപ്റ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായ 3 ചലന നിയമങ്ങളും എന്താണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ചലന നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിലുണ്ടാക്കിയ സമവാക്യങ്ങളെ കുറിച്ചൊക്കെയാണെന്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, പോയാലോ? ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് നമ്മൾ 10 വരെ 11 എന്താ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിലുണ്ട്. പിന്നെ അരിസ്റ്റോട്ടിൽ ഫാലസി. അരിസ്റ്റോട്ടിൽ നിങ്ങൾക്കറിയാം ഐസക് ന്യൂട്ടനെ പോലെ തന്നെ എന്താണ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് തന്നെയാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നതും. സോ അദ്ദേഹത്തിൻ്റെ ഫാലസി ഇതൊക്കെ ജസ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ഏകദേശം ഇവിടെ തൊട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ഓക്കെ, ഇവിടെ തൊട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇതൊക്കെ വരുന്നത് എന്താണ് ജസ്റ്റ് ഇതിൻ്റെ ബേസിക് എന്നുള്ള രീതിയിലാണ് ഈ 2 പോർഷനും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനബിലിറ്റി. നെക്സ്റ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചാപ്റ്ററിൽ ഇതാണ് ഈ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനെ കൊണ്ടുപോകുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് നിൽക്കുമോ അല്ലേ? സോ അതായിട്ട് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ, കോമൺ ഫോഴ്സ് ഇൻ മെക്കാനിക്സ്, സർക്കുലാർ മോഷൻ. പ്ലെയിനിൽ നമ്മൾ ഓൾറെഡി കണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല സർക്കുലാർ മോഷൻ, കാരണം നമ്മൾ മോഷൻ്റെ പ്ലെയിനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. നെക്സ്റ്റ് എന്താണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളാണെന്ത് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, തുടങ്ങാലടാ? സെറ്റിൽ എല്ലാവരും വേഗം റെഡിയായി ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് വരിക. നിങ്ങൾ തന്നെ നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഇതിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വന്തം ഭാഷയിൽ എഴുതുക. കാരണം അത് എക്സാമിന് നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കും. കാരണം സ്വന്തം എന്താണ് ഹാൻഡ് റൈറ്റിൽ എഴുതിയ നോട്ട് വായിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ ഓക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് ഫോഴ്സ്? എന്താണ് ഫോഴ്സ്? നിങ്ങൾ പറഞ്ഞേ, എന്താണ് ഫോഴ്സ്? ഞാനൊരു ടേബിളിൽ ഞാനൊരു ബുക്ക് വെച്ചു. ഈ ബുക്ക് റെസ്റ്റിലാണ് ഇപ്പോൾ അതുള്ളത് അല്ലേ? റെസ്റ്റിലാണ് ഈ ബുക്ക് ഉള്ളത്. ഈ ബുക്കിനെ എനിക്ക് മൂവ് ചെയ്യിപ്പിക്കണം. വെറുതെ നമ്മൾ നോക്കി മൂവ് ചെയ്യോ? ഇല്ലേ, നമ്മളൊരു
എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എന്ത് ഇത് മൂവ് ചെയ്യുക അല്ലേ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് മൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഫുട്ബോൾ നമ്മളെന്താണ് ഫസ്റ്റ് കണ്ടു, എന്ത് കുട്ടി എന്താണ് ഫുട്ബോൾ കിക്ക് ചെയ്യാണ് അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഈ ഫുട്ബോളിന് എനിക്കിതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ എങ്ങനെയാണ് നോക്കി ഇന്ന ഡയറക്ഷൻ മാറും ഇല്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കുട്ടി കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കുമ്പോഴാണ് എന്താണ് ഫുട്ബോളിൻ്റെ ഡയറക്ഷൻ മാറുന്നത് അല്ലേ. അതായത് അവിടെ നിന്ന് ഡയറക്ഷൻ മാറ്റാൻ നമ്മൾ ആര് യൂസ് ചെയ്തു, ഫോഴ്സിനെ യൂസ് ചെയ്തു. അതേപോലെ തന്നെ എന്താണ് ഒരു ബോൾ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു, എന്താണ് ബോൾ ഇങ്ങനെ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം എനിക്ക്, ഞാൻ എന്താണ് ഈ ബോളിനെ അവിടെ പിടിച്ചു വെക്കും അല്ലേ. അവിടെ വീണ്ടും നമ്മൾ എന്താണ് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളിന്റെ മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കുകയാണ്. അവിടെ എന്താണ് ഫോഴ്സ് വന്നു പോട്ടെ. ഇനി എന്താണ് ഒരു ബോക്സ്, ഓക്കെ ചട്ടപ്പെട്ടിയൊക്കെ ഉണ്ടാവില്ല, ഒരു ബോക്സ് ഞാൻ ഇതിലേക്ക് എന്താണ് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ എന്താ ഷേപ്പ് മാറില്ലേ, അതിൻ്റെ ഷേപ്പ് മാറില്ലേ, ഷേപ്പ് മാറും. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ എന്താണ് ഫോഴ്സ്, എന്താണടാ ഫോഴ്സ്. ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ചേഞ്ച് ഓർ ട്രൈസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ, സൈസ് ഓർ ഷേപ്പ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ സ്റ്റേറ്റിന് മാറ്റം വരുത്തുന്നത് എന്താണോ അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബോഡിയുടെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവസ്ഥ, ഒരു ബോഡിയുടെ അവസ്ഥയ്ക്കും മാറ്റം വരുത്തുന്നത് ആരാണോ അയാളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബലം എന്ന് വിളിക്കുന്നത്. ഓക്കെ പോട്ടെ. ഡെയിലി ലൈഫിൽ നിങ്ങൾ ദിവസവും റൂമിന്റെ വാതിൽ തുറക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ, റൂമിന്റെ ഡോർ തുറക്കുന്ന ആൾക്കാരായിരിക്കും. എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ നമ്മൾ എന്താണ് റൂമിന്റെ വാതിൽ തുറക്കും. അതിനെന്താണ് വെറുതെ നമ്മൾ ഇത് കഥ കാണാൻ ജസ്റ്റ് എന്താണ് വെറുതെ പോയിട്ട് വാതിലേ തുറക്കും എന്ന് പറഞ്ഞാൽ തുറക്കുവോ ഇല്ല. ഇത് മാജിക് വേൾഡ് ഒന്നും അല്ലല്ലേ. സോ നമ്മൾ എന്താണ് ഇതില് പുഷ് കൊടുക്കണം. പുഷ് കൊടുക്കുമ്പോൾ മാത്രമാണെന്ത് ഈ വാതിൽ എന്താവും തുറക്കത്തുള്ളൂ. സോ എന്താണ് പുഷ് കൊടുക്കണം. നിങ്ങൾ അതേപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഡോറിന്റെ മുകളിൽ പുഷ് ഓർ പുൾ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഒന്നെങ്കിൽ പുഷ് അല്ലെങ്കിൽ പുള്ള് ചെയ്യുമ്പോഴാണ് എന്ത് ആ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. അതായത് ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ വിച്ച് ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, യൂണിഫോം മോഷൻ, സൈസ്, എന്താണ് ഷേപ്പ് ഓഫ് എ ബോഡി. മനസ്സിലായോ ഫോഴ്സ് എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാലും ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, മോഷൻ, ഡയറക്ഷൻ, സൈസ്, ഷേപ്പ് ഇവയ്ക്കൊക്കെ മാറ്റം വരുത്തുന്നത് ആരാണോ ആ എക്സ്റ്റേണൽ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോഴ്സ് എന്ന് പറയാ. ഓക്കെ, ആ എക്സ്റ്റേണൽ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആളാണ് വർക്ക്. എന്താണ് വർക്ക്? സോറി, വർക്കല്ല, വെയിറ്റ്. എന്താണ് വെയിറ്റ്? നമ്മൾ മാസ് പഠിച്ചിട്ടുണ്ട്. മാസ് നമുക്കറിയാം, അറിയാം. എന്താണ് മാസ്? യെസ്, ഒരു വസ്തുവിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അല്ലേ, മാറ്റർ, ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എന്താണ് ഈ ഒരു വെയിങ് മെഷീനിൽ കയറിയിരുന്ന ആളല്ലേ? ഈ വെയിങ് മെഷീനിൽ കയറിയിരിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ എപ്പോഴും എന്താണ് ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് എന്താണ് വെയിറ്റ് നോക്കാൻ പറയും. നമ്മൾ ഇതിൽ കയറിന്നിട്ട് ഇവിടെ എന്താണ് കുറേ വാല്യൂസ് കാണിക്കും അല്ലേ. നമ്മുടെ വെയിറ്റിനനുസരിച്ച് ആ സൂചി എന്താവും ഡിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ കാണിക്കുന്നതാണ് എന്ത് വെയിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണടാ വെയിറ്റ്? എന്താണ് വെയിറ്റ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒരു ബോഡിയുടെ മേലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത് വെയിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഒരു ബോഡിയുടെ മേലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയാ. മനസ്സിലായോ? It is a field force, the force with which a body is pulled towards the center of earth due to gravity. ഗ്രാവിറ്റി എന്താണ്? നമ്മുടെ സെന്ററിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. ആ സെന്ററിലേക്ക് പിടിച്ചു വലിക്കുമ്പം ഗ്രാവിറ്റി നമ്മുടെ മേത്തേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഹാസ് ദ മാഗ്നിറ്റ്യൂഡ് mg, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണെന്ത് വെയിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, എം എന്താണ്? മാസ് ആണ്. ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സെറ്റായോടാ? എന്താണ് ഫോഴ്സ്, എന്താണ് വെയിറ്റ് എന്നൊക്കെ സെറ്റായില്ലേ? ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ സ്റ്റേറ്റിന്
ഒരവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാക്കുന്നത് ആരാണോ ആ എക്സ്റ്റേണൽ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത്? വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്റേണൽ ഫോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. എന്താണെടാ ഇന്റേണൽ ഫോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ്? പറഞ്ഞേ. ഇന്റേണൽ ഫോഴ്സ്, ഇന്റേണൽ എന്താണ്? ഉള്ളിലുള്ളത് അല്ലേ? എക്സ്റ്റേണൽ എന്താണ്? പുറത്തുള്ളത്. നോക്കിയാൽ നിങ്ങൾ ചിത്രം അനലൈസ് ചെയ്ത് ഫസ്റ്റത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഇത് ഫസ്റ്റത്തെ ചിത്രമാക്കി എടുക്കുക, ഇത് സെക്കൻഡ് ചിത്രമാക്കി എടുക്കുക. ഓക്കെ, ഫസ്റ്റ് കുട്ടി എന്താ ചെയ്യുന്നത്? യെസ്, ഈ ലോറിക്കകത്ത് കയറി ഇരുന്നിട്ട് ലോറീനെ പുഷ് ചെയ്യാണ്. ലോറിക്കകത്ത് കയറി ഇരുന്നിട്ട് ലോറീനെ പുഷ് ചെയ്യാണ്. വണ്ടി നീങ്ങോ പറഞ്ഞു കൊടുക്കടാ. വണ്ടി നീങ്ങോ? ഇല്ല, വണ്ടി നീങ്ങില്ല. കാരണം എന്താണ്? ഉള്ളിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്യാണ്. വണ്ടി നീങ്ങില്ല അല്ലേ? ഇനി നേരെ മറിച്ച് ഈ സിറ്റുവേഷൻ നോക്കിക്കേ. ഈ സിറ്റുവേഷനിൽ എന്താണ്? കുട്ടി എന്താണ്? പുറത്ത് നിന്നിട്ട് വണ്ടിക്ക് പുഷ് കൊടുക്കുകയാണ് അല്ലേ? വണ്ടിക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ്. അന്നേരം എന്ത് ചെയ്യും? വണ്ടി മൂവ് ചെയ്യില്ലേ? ഇത് രണ്ടിലെ ഡിഫറൻസ് എന്താണ്? ഇവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ആക്ട് ചെയ്യുന്നത് ഇന്റേണൽ ഫോഴ്സ് ആണ്. അതായത് വണ്ടിക്കകത്ത് നിന്നിട്ട് വണ്ടീനെ പുഷ് ചെയ്യാണ്. ഇന്റേണൽ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഈ കേസിലോ വണ്ടിക്ക് പുറത്ത് നിന്നിട്ടാണെന്ത്? വണ്ടിക്ക് ഫോഴ്സ് കൊടുക്കുന്നത്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്ത്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്ത് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് വണ്ടി മൂവ് ചെയ്യുന്നില്ല. അതായത് ഇന്റേണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് ആ ഒബ്ജക്റ്റ് നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബോഡിക്ക് ഉള്ളിൽ ഇരുന്ന് കൊണ്ട് ആ ബോഡി എന്താണ്? ആ ബോഡിയിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ആണ് ഇന്റേണൽ ഫോഴ്സ്. ഇനി നേരെ മറിച്ച് എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ്? ഒരു ബോഡിക്ക് പുറത്ത് നിന്നിട്ട് ആ ബോഡിയെ പുഷ് ചെയ്യാണ് അല്ലെങ്കിൽ ആ ബോഡിക്ക് ഫോഴ്സ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പറയാ? എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയാം. മനസ്സിലായോ എന്താണ് ഇന്റേണൽ ഫോഴ്സ്, എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ്? ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്നതായിരിക്കും. എന്താണ്? നിങ്ങൾ വലിയൊരു കുന്ന് കയറുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ്? കാറ് അല്ലെങ്കിൽ ലോറി എന്താണ് ഓഫായിപ്പോയെന്ന് വിചാരിച്ചോ. അച്ഛൻ പറഞ്ഞു എന്താ മോനെ ഒന്ന് പോയി തള്ളടാന്ന്. നിങ്ങൾ എന്താ പറയാ? ഹോ എനിക്ക് വയ്യ, ക്ഷീണാണ്, ഞാൻ എന്താ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് തള്ളാന്ന് പറയാം. എന്ത് പറ്റും? കാറ് മുന്നോട്ട് നീങ്ങോ? വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് സീറ്റിന് തള്ളാം. എന്താണ്? വണ്ടി നീങ്ങില്ല. പകരം നിങ്ങൾ എന്താണ്? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വന്നിട്ടാണ് ആ കാറ് പുഷ് ചെയ്യുന്നെങ്കിലും അതിനെന്താണ്? മൂവ്മെന്റ് ഉണ്ടാവും അല്ലേ? അതിന് മൂവ്മെന്റ് ഉണ്ടാവും. അതാണ് എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇന്റേണൽ ഫോഴ്സ് എന്താണ്? മോഷൻ ഉണ്ടാവുന്നുണ്ടോ? മോഷൻ ഉണ്ടാവുന്നില്ല. പകരം എക്സ്റ്റേണൽ ഫോഴ്സിൽ എന്താണ്? മോഷൻ ഒക്കർ ചെയ്യുന്നുണ്ട് അല്ലേ? മോഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്റേണൽ ഫോഴ്സ് കനോട്ട് മൂവ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആർക്ക് കഴിവില്ല? യെസ്, ഇന്റേണൽ ഫോഴ്സിന് കഴിവില്ല. ബട്ട് ഓൺലി ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ക്യാൻ കോസ് ഇറ്റ്സ് മോഷൻ. എന്താണ്? ആർക്ക് മാത്രമേ കഴിവുള്ളൂ? യെസ്, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ കഴിവുള്ളൂ. എന്ത്? ഒരു ബോഡീനെ മൂവ് ചെയ്യിപ്പിക്കാൻ. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നുമില്ല, ഇപ്പം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കാം. ഒരു മേശ, ഓക്കെ, ഒരു മേശ ഞാൻ എന്താണ് ഇവിടെ നിന്ന് തള്ളുകയാണ്. ഞാൻ കൊടുക്കുന്നത് ഒരു 13 ന്യൂട്ടൺ ആണ് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്. ഇപ്പുറത്ത് എന്താണ്? ഒരാൾ അതേ മേശ തള്ളുകയാണ്, 13 ന്യൂട്ടണിൽ തന്നെ. സെയിം മേശ ഈ ഭാഗത്ത് നിന്നിട്ട് വേറൊരാൾ 13 ന്യൂട്ടണിൽ തള്ളുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മേശയ്ക്ക് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാവുമോ? മേശയ്ക്ക് മൂവ്മെന്റ് ഉണ്ടാവില്ല. കാരണം ഇവിടെ എന്താണ്? ഫോഴ്സ് ബാലൻസ്ഡ് ആണ്. രണ്ട് സൈഡിലും ഫോഴ്സ് എന്താണ്? ബാലൻസ്ഡ് ആണ്. സോ എന്താണ്? there is no motion. ഓക്കെ, ഇനി മറിച്ച് ഇതേ മേശ ഞാൻ ഈ സൈഡിൽ നിന്നിട്ട് 30 ന്യൂട്ടണിലും എന്താണ്? വേറെ ഒരാൾ ഈ സൈഡിൽ നിന്നിട്ട് 60 ന്യൂട്ടണിലും എന്താണ്? മേശ പുഷ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, ഈ സൈഡിലേക്ക് മേശ എന്താണ്? പതുക്കെ നീങ്ങില്ലേ? ഈ സൈഡിലേക്ക് മേശ നീങ്ങില്ലേ? ഇതാണെന്ത്? അൺബാലൻസ്ഡ് ഫോഴ്സ്. രണ്ട് സൈഡിലും എന്താണ്? ഡിഫറെന്റ് ഫോഴ്സസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. എന്താണ്? ഇന്റേണൽ ഫോഴ്സിനും എന്താണ്?
കനോട്ട് മൂവ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആർക്ക് കഴിവില്ല? ഇന്റേണൽ ഫോഴ്സിന് കഴിവില്ല. എന്താണ് ഇന്റേണൽ ഫോഴ്സ്? ഇന്റേണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഒബ്ജക്റ്റിന് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? ഒരു ഒബ്ജക്റ്റിന് പുറത്ത് നിന്നുകൊണ്ട് ആ ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഫോഴ്സ് ആണെന്ത്? എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമാണ് എന്തിനുള്ള കഴിവുള്ളൂ? യെസ്, ബോഡീനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുള്ളൂ. മനസ്സിലായടാ? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് അരിസ്റ്റോട്ടിൽ ഫാലസി. ഇദ്ദേഹമാണെന്ത്? നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹമാണ് അരിസ്റ്റോട്ടിൽ. നമ്മുടെ ഗലീലിയോ പറഞ്ഞ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഗലീലിയോയുടെ ഒരു എക്സ്പെരിമെന്റ് എന്ത്? ഒരു ആനേനെയും ഉറുമ്പിനെയും ഒരേ സമയം താഴോട്ടിട്ടാൽ രണ്ടും എന്താണ്? സെയിം ടൈമിൽ താഴെ എത്തുന്ന ആര് പറഞ്ഞു? ഗലീലിയോ പറഞ്ഞു. പക്ഷെങ്കിൽ അതിൻ്റെ മുമ്പേ അരിസ്റ്റോട്ടിൽ എന്ത് പറഞ്ഞിരുന്നു? രണ്ട് വസ്തുക്കളെ എന്താണ് ഒരേ സമയം ഇട്ടാൽ രണ്ടും വ്യത്യസ്ത ടൈമിലാണ് എത്തിയതെന്ന് ആര് പറഞ്ഞു? അരിസ്റ്റോട്ടിൽ പറഞ്ഞു. പക്ഷെ ആ പ്രസ്താവന തെറ്റാണെന്ന് പിൻകാലത്ത് ആര് തെളിയിച്ചു? ഗലീലിയോ തെളിയിച്ചു. അതുപോലെ തന്നെയാണെന്ത് ഈ സ്റ്റേറ്റ്മെന്റും. ഇത് അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ഫാലസി എന്ന് പറയുന്നത്. ഒരു തെറ്റിദ്ധാരണ. ഓക്കെ, അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്ന ഒരു തെറ്റിദ്ധാരണ എന്താണ്? അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഒരു ബോഡി കണ്ടിന്യൂസ്ലി യൂണിഫോം മോഷനിൽ പോകണമെങ്കിൽ എന്ത് വേണം? അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം എന്ന്. ഒരു ബോഡി കണ്ടിന്യൂസ് ആയിട്ട് മോഷൻ ചലിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു? ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു. അതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അതായത് എന്താണ്? ഒരു ബോള് ഈ ബോൾ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ എന്താക്കണം? കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ് ആര് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ എ കണ്ടിന്യൂസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് നീഡഡ് ടു കീപ്പ് എ ബോഡി ഇൻ കണ്ടിന്യൂസ് മോഷൻ. ഓക്കെ, ഒരു ബോഡി കണ്ടിന്യൂസ് മോഷനിൽ പോകണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് അതിന് കൊടുക്കണം എന്നാണ് ആര് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ആദ്യം എന്താണ് ഈ പ്രസ്താവന അന്നത്തെ കാലത്ത് ജനങ്ങളൊക്കെ ഏറ്റെടുത്തു. ഓക്കെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഈ കാര്യം അന്നത്തെ കാലത്ത് ജനങ്ങളൊക്കെ ഏറ്റെടുത്തു. പക്ഷേ ഗലീലിയോ വീണ്ടും വന്നു. ഗലീലിയോ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. പകരം അദ്ദേഹം ഒരു എക്സ്പെരിമെന്റിലൂടെ അത് പ്രൂവ് ചെയ്ത് കൊടുത്തു. എന്താണ് നോക്കാം എക്സ്പെരിമെന്റ്? അദ്ദേഹം എന്താണ് 2 ഇൻക്ലൈൻഡ് പ്ലെയിൻസ് എടുത്തു. ഓക്കെ, രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻസ് എടുത്തു. എന്നിട്ട് ഒന്ന് ഇങ്ങനെയും മറ്റേത് ഇങ്ങനെയും വെച്ചു. ഓക്കെ, സെയിം ഹൈറ്റ് ആണ്. സെയിം ഹൈറ്റിലുള്ള 2 ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, സെയിം ഹൈറ്റിലുള്ള. അയ്യോ, വീണ്ടും ഹൈറ്റ് ഓടിപ്പോയി അല്ലേ? സാരമില്ല. എന്താണ്? സെയിം ഹൈറ്റിലുള്ള സെറ്റാണല്ലോ. സെയിം ഹൈറ്റിലുള്ള 2 ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്തു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ ഒരു ബോളിൽ എന്ത് ചെയ്തു? ഒരു ബോളിന് അദ്ദേഹം ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഫസ്റ്റത്തെ ഇൻക്ലൈൻഡ് പ്ലെയിൻ, സെക്കൻഡത്തെ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, എന്നിട്ട് ഒരു ബോളിൽ എന്താക്കി? ഫസ്റ്റത്തെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ കൊണ്ടുവച്ചു. ഓക്കെ, എന്താവും? സ്വാഭാവികമായിട്ട് നമുക്കറിയാം അല്ലേ? എന്താണ്? ഒരു ഉയരമുള്ള സാധനത്തിന് എന്തൊരു സാധനം വെച്ചാൽ താഴോട്ട് വരും. താഴോട്ട് വന്നു. എവിടെ എത്തി? ബോള് ഇവിടെ എത്തി. ഓക്കെ, എന്താണ് ചെയ്തത്? ഗലീലിയോ പോയിട്ട് 2 ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു. ശേഷം ഒരു ബോൾ എടുത്ത് ഒന്നാമത്തെ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ കൊണ്ടുവച്ചു. എന്താണ്? നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിലേക്ക് ആക്ട് ചെയ്യും. സോ എന്താണ്? താഴോട്ട് മൂവ് ചെയ്യും ഇതിന്. പക്ഷേ താഴോട്ട് മൂവ് ചെയ്ത് അതവിടെ സ്റ്റോപ്പ് ആവുകയല്ല ചെയ്തത്. പകരം എന്തായി? വീണ്ടും എന്താണ്? സെക്കൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിനിലെ മുകളിലോട്ട് കയറി. എന്താണ്? ഫസ്റ്റ് എന്താണ്? ബോള് ഇൻക്ലൈൻഡ് ഇതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ കൊണ്ടുവച്ചു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് അത് താഴോട്ട് വരുന്നു നമുക്കറിയാം അല്ലേ? അത് ഗലീലിയോ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം. എന്താണ്? ഒരു കുത്തനുള്ള ചെവിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ താഴോട്ട് വരുന്നു.
എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ എന്താണ് താഴെ എത്തിയിട്ട് ഇത് ഇവിടെ സ്റ്റോപ്പ് ആയാണോ ചെയ്തത്? സ്റ്റോപ്പ് ആയില്ല. പകരം എന്താണ് വീണ്ടും എന്താണ് രണ്ടാമത്തെ ഇൻക്ലൈൻഡ് പ്ലെയിൻ മുകളിലോട്ട് കയറി. രണ്ടാമത്തെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിലോട്ട് കയറി. ഓക്കെ, ഇതെന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടത്തേക്ക് ആക്ട് ചെയ്യും. വീണ്ടും എന്താണ് താഴോട്ട് പോകും. സ്റ്റോപ്പ് ആവോ? ഇല്ല, വീണ്ടും ഇവിടത്തേക്ക് കയറും. ഇതിങ്ങനെ ഈ എക്സ്പെരിമെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ. ഇവിടെ ഓൾറെഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം, കുഴപ്പമൊന്നുമില്ല, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ടോ? നമ്മൾ എവിടെ എന്തെങ്കിലും ഫോഴ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മളിവിടെ കൊടുക്കുന്നില്ല. പക്ഷേങ്കിൽ എന്താണ് ഇത് മൂവ് ചെയ്യുന്നുണ്ട് മുകളിലോട്ട്. വൈ ഇത് എന്താണ് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തു. സെയിം വേ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്തു. അദ്ദേഹം. ശേഷം വേറൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്തു. ഓക്കെ, വേറൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്തു. ഇതേപോലെ തന്നെ ഈ സെറ്റപ്പ് പോലെ തന്നെ എന്താണ് ഒരു ബോൾ ഇവിടെ കൊണ്ടുവച്ചു. സ്വാഭാവികമായിട്ടും ഇത് പ്രകാരം എന്താണ് മൂവ് ചെയ്ത് ഇവിടേക്ക് കയറി ഇവിടെ എത്തും അല്ലേ? ഇനി എന്താണ് അദ്ദേഹം ചെയ്തത്? നെക്സ്റ്റ് ഈ ഇൻക്ലിനേഷൻ കുറച്ചു. ഓക്കെ, ഈ ഇൻക്ലിനേഷൻ എന്താണ് കുറച്ചു. അദ്ദേഹം ഈ ഇൻക്ലിനേഷൻ കുറച്ചപ്പോൾ എന്താണ് ഇവിടുന്ന് വിട്ട ബോൾ എന്താണ് പോയി ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തി. വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും ഈ ഇൻക്ലിനേഷൻ കുറച്ചു. ഓക്കെ, വീണ്ടും ആ ഇൻക്ലിനേഷൻ കുറച്ചു. എന്താണ് വീണ്ടും ബോൾ ഇടുമ്പോൾ എന്ത് ചെയ്യും? യെസ്, ഇവിടെ വന്ന് നിൽക്കും. എന്താണ് അങ്ങനെ ഇൻക്ലിനേഷൻ കുറച്ച് അവസാനം എവിടെ എത്തി? യെസ്, ഇങ്ങനൊരു പ്ലെയിനായി. ഇൻക്ലിനേഷൻ തീരെയില്ല, ഇൻക്ലിനേഷൻ 0, തീറ്റ ആംഗിൾ ഇല്ല. എന്താണ് ഇൻക്ലിനേഷൻ തീരെയില്ല, പ്ലെയിനിലായി. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആയി മാറി. വീണ്ടും വിട്ടു നോക്കി. ഓക്കെ, ബോളിനെ വീണ്ടും ഇവിടെ കൊണ്ട് വെച്ചു. എന്ത് സംഭവിച്ചു? യെസ്, എന്താണ് സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവുന്നില്ല. വീണ്ടും എത്രത്തോളം ഉണ്ടോ സ്ട്രെയിറ്റ് ലൈൻ അത്രയും പോയിക്കൊണ്ടിരിക്കുകയാണിത്. ഇതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം പ്രസ്താവിച്ചു. അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. എന്താണ് ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാത്രം ഇവിടെ അട്രാക്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല. അദ്ദേഹം ഗലീലിയോ എന്ത് പറഞ്ഞു? യെസ്, ഒരു ബോഡി കണ്ടിന്യൂസ് ആയിട്ട് അതെന്താണ് യൂണിഫോം മോഷനിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എന്താവശ്യമില്ല? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞു? ഒരു ബോഡീനെ കണ്ടിന്യൂസ് ആയിട്ട് മോഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരിസ്റ്റോട്ടലിന്റെ ഈ പ്രസ്താവന അദ്ദേഹം തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. മനസ്സിലായോ എങ്ങനെയാ ഗലീലിയോ പ്രൂവ് ചെയ്തതെന്ന്? അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്താണ്? യെസ്, ഒരു ബോഡീനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ മോഷനിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. പക്ഷേങ്കിൽ ഗലീലിയോ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബോഡിക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? കണ്ടിന്യൂസ് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് നമ്മുടെ ഗലീലിയോ പ്രൂവ് ചെയ്തു തന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഗലീലിയോ നമ്മുടെ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചോ. കയ്യിൽ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ദൂരദർശിനി കണ്ടുപിടിച്ച ആള്. ഓക്കെ, നോക്ക് അദ്ദേഹം പറഞ്ഞത് ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ, അതായത് അവിടെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, എ ബോഡി അറ്റ് റെസ്റ്റ് കണ്ടിന്യൂസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് എ ബോഡി ഇൻ മോഷൻ കണ്ടിന്യൂസ് ടു മൂവ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി. എന്താണ് പറയുന്നത്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു ബോഡിയുടെ മുകളിലോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോഡി ആ ബോഡി റെസ്റ്റിലാണുള്ളതെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും, അല്ലെങ്കിൽ ആ ബോഡി മോഷനിലാണുള്ളതെങ്കിൽ മോഷനിൽ തന്നെ തുടരും. ഓക്കെ, അതാണ് പറഞ്ഞത്. നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിലും ഒരു ബോഡി കണ്ടിന്യൂസ് ഈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ കണ്ടിന്യൂസ് ഈസ് യൂണിഫോം മോഷൻ. ഓക്കെ, യൂണിഫോം മോഷനിൽ പോകുന്നൊരു വസ്തുവിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഒന്നെങ്കിൽ അത് റെസ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കൂടുന്നത്. റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് അത് മോഷനിലേക്ക് വരുന്നത്.
അതേപോലെ ഫോഴ്സ് ഇല്ലാത്തടത്തോളം, ഫോഴ്സ് 0 ആവുന്നിടത്തോളം ഇത് രണ്ടും സാധ്യമല്ല. റെസ്റ്റിലിരിക്കുന്ന ബോഡി റെസ്റ്റിൽ തന്നെ ആയിരിക്കും, മോഷനിലുള്ള ബോഡി മോഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ്, നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ എന്താണ്, നെറ്റ് ഫോഴ്സ് 0 ആണ് അല്ലേ. ഇവിടെ എന്താണ്, ഫോഴ്സ് 0 ആണ്. സോ മോഷനിലായതുകൊണ്ട് തന്നെ തുടർന്ന് മോഷനിൽ കൊണ്ടേ ഇരിക്കും. ഞാനിതിനെ പിടിച്ചു വെച്ചു. ഇതിനെ പിടിച്ചു വെച്ചപ്പോൾ എന്തായി, അവിടെ നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്തു, എന്താവും, ബോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ, മനസ്സിലായോ? ദിസ് പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ? ബോഡിയുടെ ഈ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ. ഓക്കെ, ബോഡിയുടെ ഈ പ്രോപ്പർട്ടിനെ നമ്മൾ പറയുന്നത് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനബിലിറ്റി. ഓക്കെ, ജഡത്വം എന്ന് പറയാം, മലയാളത്തിൽ പറയാം. എന്താണ് ജഡത്വം? ജഡത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ജഡത്വം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. എന്താണ്, എ ബോഡി അറ്റ് വിൽ റെസ്റ്റ് റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ വിൽ റിമെയിൻ ഇറ്റ്. യൂണിഫോം മോഷൻ എപ്പോൾ വരെ? ഈസ് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. അതിൻ്റെ മുകളിലോട്ട് യാതൊരു തരത്തിലുള്ള ഫോഴ്സും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റ് തന്നെയും, മോഷനിലുള്ളൊരു ബോഡി മോഷനിൽ തന്നെയും തുടർന്ന് കൊണ്ടേയിരിക്കും. ഓക്കെ, മനസ്സിലായോ ഗലീലിയോസ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്? ഇനി ഇനേർഷ്യ. ഇനേർഷ്യ എന്താണ്? ഇനേർഷ്യ ദിവസവും നമ്മൾ ഇനേർഷ്യയിലൂടെ കടന്നു പോകുന്നതാണ്. ഓക്കെ, കഴിവില്ലായ്മയാണ് എന്ത് ഇനേർഷ്യ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഇനേർഷ്യ? കഴിവില്ലായ്മയാണ്. കഴിവില്ലായ്മയാണ്. എന്തിനുള്ള കഴിവില്ലായ്മ? എഴുതാനുള്ള കഴിവില്ലായ്മയാണോ? അല്ല. പഠിക്കാനുള്ള കഴിവില്ലായ്മയാണോ? അല്ല. പിന്നെന്താണ്? തിന്നാനുള്ള കഴിവില്ലായ്മയാണോ? അല്ല. എന്തിനുള്ള കഴിവില്ലായ്മ? സ്വന്തം എനിക്ക് എൻ്റെ സ്റ്റേറ്റിൽ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. ഓക്കെ, സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ സ്റ്റേറ്റിൽ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണെന്ത് ഇനേർഷ്യ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടൊരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ. ഓക്കെ, നല്ല മഴ, പുറത്ത് നല്ല മഴ. എന്താണ്, സ്കൂളിൽ പോകണം. നല്ല മഴ, പുറത്ത് എന്താണ്, സ്കൂളിൽ പോകണം. ആർക്കെങ്കിലും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നുമോ? അമ്മ വന്ന് കുറേ വിളിച്ചു, വീണ്ടും പറയും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, ആർക്കും എഴുന്നേൽക്കാൻ തോന്നില്ല. ഇതിനാണ് എന്ത് പറയുന്നത്, ഇനേർഷ്യ എന്ന്. സിമ്പിളായിട്ട് നമുക്ക് ഇനേർഷ്യ എന്ന് വിളിക്കാം. കാരണം എന്താണ്, നമുക്ക് ആ ബെഡിൽ തന്നെ തുടരാനുള്ള പ്രേരണ. ഓക്കെ, അമ്മ വിളിക്കുമ്പോഴും നമുക്ക് എന്താണ്, എഴുന്നേൽക്കാനല്ല തോന്നുക, വീണ്ടും ആ ബെഡിൽ തന്നെ പുതച്ചു മൂടി കിടക്കാനാണ് അല്ലേ. ഇതാണെന്ത് സിമ്പിളായിട്ട് ഇനേർഷ്യ. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഈ എക്സാമ്പിൾ നമ്മൾ ഓർത്താൽ നമുക്ക് ഒരിക്കലും ഇനേർഷ്യ മറന്നു പോകില്ല. എന്ന് വെച്ചിട്ട് എന്താണ്, എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് എഴുതി വെക്കരുത്. ഓക്കെ, എക്സാമിന് ഇനേർഷ്യയുടെ എക്സാമ്പിൾ ചോദിച്ചാലും ഇത് എഴുതി വെക്കരുത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇനേർഷ്യ എന്താണെന്ന് കത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ത്, പുറത്ത് നല്ല മഴ. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും, നിങ്ങൾ പുറത്ത് നല്ല മഴയാണ്, അമ്മ വന്ന് വിളിക്കുക, മോനെ സ്കൂളിൽ പോകണ്ടേ, എന്താണ് എഴുന്നേൽക്കുമോ, ചാടി എഴുന്നേൽക്കുമോ, ആ സ്കൂളിൽ പോകാണ്ട് ഇല്ല, വീണ്ടും എന്താണ് കിടക്കയിൽ തന്നെ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കിടക്കും. നിങ്ങൾ എഴുന്നേൽക്കാൻ തോന്നില്ല, ആ എഴുന്നേൽക്കാൻ കിടക്കയിൽ തന്നെ തുടരാനുള്ള ആ പ്രേരണയാണ് നമ്മൾ എന്ത് പറയാ, ഇനേർഷ്യ എന്ന് പറയാം. ഓക്കെ, ഇനേർഷ്യ നോക്കൂ, എന്താണ് the inability of a body to change its state of rest or uniform motion in a straight line and direction of motion is called inertia. എന്താണ്, ഇനബിലിറ്റി ആണ്. ഇനബിലിറ്റി വെച്ചാൽ കഴിവില്ലായ്മയാണ്. സ്വന്തം എനിക്ക് എന്താണ്, എൻ്റെ സ്റ്റേറ്റിന് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. ഇപ്പൊ നോക്കുകയാണ്, ഈ പെൻ ഞാൻ എന്താണ് എൻ്റെ കയ്യിൽ വെച്ചു. ഓക്കെ, ഈ പെൻ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പെൻ ഞാൻ എടുക്കാതെ ഒരിക്കലും എന്താണ് ഓടിപ്പോവില്ല അല്ലേ. എനിക്ക് മടുത്ത്, ഇനി ഞാൻ ഓടിപ്പോട്ടെ വിചാരിച്ചാൽ ഓടിപ്പോവോ? ഇല്ല. എപ്പോഴാണോ ഞാൻ ഈ പെൻ എടുക്കുന്നത് അപ്പോൾ മാത്രമേ ഇതിന് മോശം വരുള്ളൂ അല്ലേ. അല്ലാണ്ട് ഇതെന്താണ്, റെസ്റ്റിലുള്ള ബോഡിയാണ്. സോ അത് റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രേരണ ഉണ്ടാവും. അല്ലാണ്ട് എനിക്ക് മടുത്തു, ഇനി കുറച്ച് നേരം ഓടി കളിക്കട്ടെ വിചാരിച്ചിട്ട് സ്വന്തം എതിര് മോഷനിലേക്ക് വരാനുള്ള കഴിവില്ല. ഇതാണ് ഇത് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇത്, ഇനബിലിറ്റി ആണ്. ഓക്കെ, ഇനബിലിറ്റി ആണ്. ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. ഓക്കെ, ഡയറക്ഷൻ എന്തായിക്കോട്ടെ. ഓക്കെ, മനസ്സിലായോ? ഇനേർഷ്യ എന്നോട് പറഞ്ഞത് സ്വന്തമായിട്ട് എനിക്ക് എന്താണ്, എൻ്റെ സ്റ്റേറ്റ് എന്ന് വെച്ച അവസ്ഥ, എൻ്റെ സ്റ്റേറ്റിൽ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണെന്ത് ഇനേർഷ്യ എന്ന് പറയാം. ഓക്കെ, ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. ഞാനിപ്പോൾ റെസ്റ്റിലാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് എന്താണ്, മോഷനിലേക്ക് പോകാനുള്ള കഴിവില്ലായ്മ, അതാണെന്ത് ഇനേർഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്, ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ്. എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്.
എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്? മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് നമ്മുടെ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് ആര്? മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റർ ദി മാസ് ഓഫ് എ ബോഡി ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് ഇനേർഷ്യ. ഓക്കെ, എന്താണ്? മാസ് കൂടുതലാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? ഇനേർഷ്യയും കൂടുതലായിരിക്കും. ഓക്കെ, ഇനേർഷ്യയും കൂടുതലായിരിക്കും. മാസ് കൂടുമ്പോൾ ഇനേർഷ്യയും കൂടും, മാസ് കുറയുമ്പോൾ ഇനേർഷ്യയും കുറയും. ഓക്കെ, മാസ് ഇനേർഷ്യ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ്. മനസ്സിലായോ? നോക്കിയേ, എനിക്കാണോ അല്ലെങ്കിൽ ഒരു ആനയ്ക്കാണോ എന്ത് മാസ് കൂടുതൽ? നിങ്ങൾ പറഞ്ഞേ, എനിക്കാണോ? ഇത് ഞാനാണേ, എനിക്കാണോ അല്ലെങ്കിൽ ഈ ആനയ്ക്കാണോ മാസ് കൂടുതൽ? ഏതൊരാൾക്ക്, ഫിസിക്സ് പഠിക്കാത്ത ഒരാൾക്ക് പോലും പറയാം, എന്താണ്, ഒരു ഡൗട്ടില്ലാണ്ട് ആനയ്ക്കാണല്ലേ, ആനയ്ക്കാണെന്ത് മാസ് കൂടുതൽ. എനിക്കാണോ ഒരു ഉറുമ്പിനാണോ മാസ് കൂടുതൽ? ഉറുമ്പാണിത്, ഉറുമ്പിനാണോ മാസ് കൂടുതൽ? ആർക്കാണ്? യെസ്, എനിക്കാണ് മാസ് കൂടുതൽ അല്ലേ, മാസ് കൂടുതൽ എനിക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്നെയും ആനയും വെച്ച് നോക്കുമ്പോൾ ആർക്കായിരിക്കും ഇനേർഷ്യ കൂടുതൽ? ഒബ്വിയസ് ആയിട്ട് മാസ് കൂടുതലുള്ള ആർക്കായിരിക്കും ഇനേർഷ്യയും കൂടുതൽ ഉണ്ടാവുക അല്ലേ. സോ ആനയ്ക്കാണ് ഇവിടെ മാസ് കൂടുതൽ. സോ ആനയ്ക്ക് എന്നെ ആയിരിക്കും എന്ത്? ഇനേർഷ്യയും കൂടുതൽ. ഇനി എന്നെയും ഉറുമ്പിന്റെയും കേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും മാസ് കൂടുതൽ? എനിക്കാണ് മാസ് കൂടുതൽ. സോ എനിക്ക് തന്നെ ആയിരിക്കും എന്ത്? ഇനേർഷ്യ കൂടുതൽ. ഓക്കെ, മാസും ഇനേർഷ്യ എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. മാസ് കൂടുന്ന സമയത്ത് ഇനേർഷ്യയും കൂടും, മാസ് കുറയുന്ന സമയത്ത് ഇനേർഷ്യയും കുറയും. നിങ്ങൾ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ ചെണ്ടക്കൊട്ട് കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് എന്താണ്? ആന അടഞ്ഞ് ഓടുകയാണ്, നിങ്ങളുടെ വയ്യ ഓടുകയാണ്. എന്ത് ചെയ്യും നിങ്ങൾ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഓടുകയാണോ ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഓടിയാൽ ആനയുടെ കാലിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ആനയുടെ കാലിൻ്റെ അടിയിലുണ്ടാവും നമ്മൾ. ഒരിക്കലും ആന എന്താണ് വയ്യ ഓടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനിൽ ഓടാൻ പാടില്ല. പകരം എന്താണ്, നമ്മൾ വളഞ്ഞു പൊളഞ്ഞ്, ഓക്കെ, സിഗ്സാങ് മോഷനിൽ വളഞ്ഞു പൊളഞ്ഞ് ഓടണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആനയ്ക്ക് നമ്മളെ അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആനയ്ക്ക് എന്താണ്? മാസ് കൂടുതലാണ് അല്ലേ, ആനയ്ക്ക് മാസ് കൂടുതലാണ്. മാസ് കൂടുമ്പോൾ എന്താണ്? ഇനേർഷ്യ കൂടും. മാസ് കൂടുമ്പം ഇനേർഷ്യ കൂടും. സോ ഇനേർഷ്യ കൂടുമ്പം കൂടുതൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ സ്റ്റേറ്റിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ പോവാണ്, ഇത് ആനയാണ്, ഇത് ഞാനാണ്. ഓക്കെ, ഇത് ഞാനാണ്. ഓക്കെ, ഇത് ആനയാണ്, എലിഫാന്റ്. ഇത് ഞാനാണ്, മാൻ. ഓക്കെ, ഇത് ആനയാണ്, ഇത് ഞാനാണ്. ആന എന്താണ്? ഓടുകയാണ്. ആന എന്താണ്? ഗ്രേറ്റർ മാസ് ആണല്ലേ, ആനയ്ക്ക് ഗ്രേറ്റർ മാസ് ആണ്. സോ മാസ് കൂടുതലായതുകൊണ്ട് തന്നെ എന്തും കൂടുതലായിരിക്കും, മാസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനേർഷ്യയും എന്തായിരിക്കും? ഇനേർഷ്യ കൂടുതലായിരിക്കും. സോ ഇനേർഷ്യ കൂടിയ ഒരാൾക്ക് അതിൻ്റെ ഇതെന്താണ്, ഇപ്പം സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ റെസ്റ്റിലുള്ളൊരു ബോഡി മോഷനിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ മോഷനിലുള്ള ഒരാൾ റെസ്റ്റിലേക്ക് വരണമെങ്കിൽ എന്താണ്, കൂടുതൽ എന്ത് കൊടുക്കേണ്ടി വരും? ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരാൾക്ക് നമ്മൾ വളഞ്ഞു ഓടുന്ന സമയത്ത് ഡയറക്ഷൻ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാം? ആന എന്ത് കൊടുക്കേണ്ടി വരും? കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. സോ എന്താണ്, ആന വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ആന പണിക്ക് നിൽക്കില്ല. സോ നിങ്ങൾ എപ്പോഴും ആന വരുന്ന സമയത്ത് നിങ്ങൾ വളഞ്ഞു ഓടാം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ വലിയ ലോറികൾ വളവ് തിരിയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്പീഡിൽ എന്താണ്, 100 ഇട്ടിട്ട് വളവ് തിരിയോ? ഒരിക്കലും തിരിയില്ല. കാരണം എന്താണ്? വലിയ ലോറികൾക്ക് മാസ് കൂടുതലായിരിക്കും അല്ലേ, മാസ് കൂടുമ്പം ഇനേർഷ്യ കൂടുതലായിരിക്കും. ഇനേർഷ്യ കൂടുമ്പം പെട്ടെന്ന് അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ എന്താണ്, കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. സോ പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റിയാൽ എന്താണ്, അത് വീഴാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ്, ഇനേർഷ്യയും മാസും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തത് മനസ്സിലായോ? ഇനേർഷ്യ എന്താ മനസ്സിലായോ? ഈ എക്സാമ്പിൾ ഓർത്താൽ മതി. ഓക്കെ, ഈ എക്സാമ്പിൾ ഓർത്താൽ ഇനേർഷ്യ എന്താന്ന് വേഗം മനസ്സിലാവും. ഓക്കെ, ഇനേർഷ്യ എന്താന്ന് വേഗം മനസ്സിലാവും ഈ എക്സാമ്പിൾ ഓർത്താൽ. ഓക്കെ, നമ്മൾ ഉറക്കത്ത് നമുക്ക് എഴുന്നേൽക്കാനുള്ള മടി, അത് തന്നെയാണ് ഇനേർഷ്യ. ഓക്കെ, ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റിൽ നമുക്ക് സ്വന്തം മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനേർഷ്യ എന്താണ്? 3 ടൈപ്പ് ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്,
ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, ഇനേർഷ്യ എന്താണ്? 3 ടൈപ്പ് ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, നോക്കാം എന്താണ് ഇനേർഷ്യ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇനബിലിറ്റി ഓഫ് എ ബോഡിയാണ്. ഒരു ബോഡിക്ക് ഒരു ബോഡിയുടെ കഴിവില്ലായ്മയാണ് എന്തിനുള്ള? അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവില്ലായ്മയാണെന്ത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്തായിരിക്കും? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്? യെസ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് ആ റെസ്റ്റിൽ തന്നെ തുടരാനുള്ള പ്രേരണ അല്ലേ? ആ റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രേരണ, അല്ലെങ്കിൽ ആ റെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവില്ലായ്മ. 2 രീതി പറയാം. ഇനേർഷ്യ എന്ന് വെച്ചാൽ ഒരു ബോഡിക്ക് അതിൻ്റെ സ്വന്തം സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ ആ ബോഡിക്ക് സ്വന്തം സ്റ്റേറ്റ് തന്നെ തുടരാനുള്ള പ്രേരണ, അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താണ്? യെസ്, ഒരു ബോഡിക്ക് റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രേരണ അല്ലേ? അല്ലെങ്കിൽ ആ റെസ്റ്റിലുള്ള ബോഡിക്ക് മോഷനിലേക്ക് പോവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാനൊക്കെ ഉള്ള കഴിവില്ലായ്മ. സിമ്പിളായിട്ട് പറഞ്ഞാൽ റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രേരണയാണെന്ത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇറ്റ്സെൽഫ്. സ്വന്തമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്, റെസ്റ്റിലിരിക്കുന്ന ആ ബോഡിക്ക് സ്വന്തമായിട്ട് ആ റെസ്റ്റ് എന്ന സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവില്ലായ്മയാണെന്ത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ? വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ്? റെസ്റ്റിൽ ഇരിക്കുന്ന ബോഡിക്ക് ആ റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രേരണ. എക്സാമ്പിൾ നോക്കിയായിരിക്കോ? ഒക്കെ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് പുറത്തേക്കൊന്ന് നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ ഈ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ സാധിക്കും. കാരണം അത്രയ്ക്കും നമ്മൾ ഡെയിലി ലൈഫിൽ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണെന്ത് ചാപ്റ്ററിൽ ഫുള്ളായിട്ടുള്ളത്. ഓക്കെ, നോക്കാം. എക്സാമ്പിൾ നോക്കാം. When a bus or train starts to move suddenly, the passengers sitting in it fall backward due to inertia of rest. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പോവാണ്, എവിടേക്കെങ്കിലും പോവാണ്, കോഴിക്കോട് നിന്ന് മലപ്പുറത്തായിട്ട് പോവാണ് വിചാരിച്ചോ. നിങ്ങൾ എന്താണ് ബസ്സിൽ കയറിയിരുന്നു. ബസ് ഇപ്പോൾ എവിടെയാണുള്ളത്? സ്റ്റാൻഡിലാണുള്ളത്. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ നിങ്ങൾ കയറിയിരുന്നു എന്താണ് ഒരു അരമണിക്കൂറോളം നമ്മളവിടെ കയറിയിരുന്നു. നമ്മൾ റെസ്റ്റിലാണുള്ളത്, ബസ്സും റെസ്റ്റിലാണുള്ളത്. പെട്ടെന്ന് എന്താക്കാണ്? ആ ബസ് എടുക്കുകയാണ്. ആ ബസ് എടുക്കുന്ന സമയത്ത് ബസ് എന്തായി? മോഷനിലായി. പക്ഷേ ഞാൻ എനിക്ക് റെസ്റ്റ് തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം അല്ലേ? എനിക്ക് റെസ്റ്റ് തന്നെ തുടരാനാണ് ഇഷ്ടം. സോ പെട്ടെന്ന് ഞാൻ എന്താവും? യെസ്, ബാക്കോട്ടേക്ക് വീഴുന്നത് പോലെ തോന്നും. അനുഭവപ്പെട്ടിട്ടില്ലേ നിങ്ങൾക്കൊക്കെ? ഇല്ലേ? ഉണ്ടാവും. നിങ്ങൾ അഥവാ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഇനേർഷ്യ ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, പഠിച്ച ശേഷം നിങ്ങൾ ഇനി അത് കാണുന്ന സമയത്ത് ഇത് ഓർമ്മ വരണം നിങ്ങൾക്ക്. ഓക്കെ, എന്താണ് പറഞ്ഞത്? പെട്ടെന്ന് ബസ് അല്ലെങ്കിൽ ട്രെയിനിൽ കൂടുതലായിട്ട് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബാക്കോട്ടായി പോകുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ആക്ച്വലി നമ്മൾ ബാക്കോട്ട് വീഴാണോ ചെയ്യുന്നത്? അല്ല. ബസ് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ബസ് എന്തായി? മോഷനിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം റെസ്റ്റിലായിരുന്നു. അന്നേരം എൻ്റെ ബോഡിക്ക് റെസ്റ്റ് തന്നെ തുടരാനായിരിക്കും വീണ്ടും ആഗ്രഹം അല്ലേ? മോഷനിലേക്ക് പോകാൻ ആഗ്രഹമില്ല, വീണ്ടും ആ റെസ്റ്റ് തന്നെ തുടരാനാണ് ആഗ്രഹം. പക്ഷേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ എൻ്റെ കാല് നോക്കൂ, ബസ്സുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലേ? എൻ്റെ കാലിൽ നോക്കിയേ, ബസ്സുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലേ? സോ ബസ്സുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള എൻ്റെ കാല് മുന്നോട്ട് നീങ്ങും, ബസ്സിനോടൊപ്പം മുന്നോട്ട് നീങ്ങും. എൻ്റെ അപ്പർ ബോഡി എന്തായിരിക്കും? ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് തന്നെ നിൽക്കാൻ തോന്നും. സോ എൻ്റെ കാല് മുന്നോട്ട് പോകും, എൻ്റെ അപ്പർ ബോഡി ആ സ്റ്റേറ്റ് റെസ്റ്റ് തന്നെ ഉണ്ടാവും. സോ അതാണ് നമുക്ക് ഈ ഒരു ഫീൽ തോന്നുന്നത്. അല്ലാണ്ട് നമ്മൾ ബാക്കോട്ട് വീഴല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെയൊന്ന് നമുക്ക് തോന്നുകയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കാം. ഒരു ബസ്സിൽ ഞാൻ നിൽക്കുകയാണ്. പിടിക്കുന്ന സാധനമാണിത്. കൈ പിടിച്ച് നിൽക്കുകയാണ് ഞാൻ. എൻ്റെ കൈയാണിത്. ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ഞാൻ. പെട്ടെന്ന്
ഈ ബസ്സിൽ ഡ്രൈവർ കയറിയിരുന്നു. പെട്ടെന്ന് ബസ് എടുത്തു. പെട്ടെന്ന് ബസ് എടുക്കുന്ന സമയത്ത് എന്താണ്, ഇത്രയും നേരം റെസ്റ്റിലിരിക്കുന്ന ബസ് മോഷനിലായി മാറി അല്ലേ? ഇത്രയും നേരം റെസ്റ്റിലിരുന്ന ബസ് എന്തായി? മോഷനിലായി മാറി. സോ ഇത്രയും നേരം ബസ്സിലിരുന്ന സമയത്ത് ഞാനും എന്താണ്, ആ ബസ്സിൻ്റെ ഒപ്പം റെസ്റ്റ് തന്നെ ആയിരുന്നുള്ളത് അല്ലേ? ഞാനും ആ ബസ്സിൻ്റെ ഒപ്പം റെസ്റ്റ് തന്നെ ആയിരുന്നുള്ളത്. എന്നാൽ ബസ് പെട്ടെന്ന് മോഷനിലേക്കായി മാറി. എന്താണ്? പക്ഷെ എനിക്കെന്താണ്, എൻ്റെ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് തന്നെ നിൽക്കാനാണ് ഇഷ്ടം. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആ അവസ്ഥ എനിക്ക് മാറ്റാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്താണ്, അതിൽ തന്നെ തുടരാനുള്ള പ്രേരണയാണ് എനിക്കുള്ളത്. പക്ഷേ എൻ്റെ കാലെന്താണ്, ഈ ബസ്സുമായിട്ട് കോണ്ടാക്റ്റിലാണുള്ളത്. സോ ഈ ബസ് മൂവ് ചെയ്യുന്നതോടൊപ്പം എൻ്റെ കാലും എന്താണ്, ബസ്സിനോടൊപ്പം മൂവ് ചെയ്യും. പക്ഷേ എൻ്റെ അപ്പർ ബോഡി എന്താണ്, അപ്പർ ബോഡിക്ക് ആ റെസ്റ്റ് തന്നെ നിൽക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഓക്കെ, എൻ്റെ അപ്പർ ബോഡിക്ക് എന്താണ്, റെസ്റ്റ് തന്നെ നിൽക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. സോ എന്താണ്, അപ്പർ ബോഡി ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് തന്നെ നിൽക്കും. പക്ഷെ എൻ്റെ കാലെന്താവും? യെസ്, ഈ ബസ്സിനോടൊപ്പം മുന്നോട്ട് നീങ്ങും. ഓക്കെ, അതാണ് നമുക്ക് ബാക്കോട്ട് വീഴുന്ന പോലെ ഒരു ഫീൽ. കണ്ടോ, ഇത്രയിൽ നിന്ന് എൻ്റെ കാലെന്തായി, മുന്നോട്ട് പോയി. എൻ്റെ അപ്പർ ബോഡി എന്താണ്, ആ സെയിം സ്ഥലത്ത് തന്നെയാണുള്ളത്. സോ അതാണ് നമുക്ക് ബാക്ക്വേർഡ് പോകുന്ന പോലെ തോന്നുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ മനസ്സിലായോ? ഓക്കെ, ഒരു ബസ് അല്ലെങ്കിൽ ട്രെയിന് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് എന്താണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് മൂലമാണ് നമ്മൾ ബാക്കോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ വരുന്നത്. when a bus or train starts to move suddenly, the passenger sitting in falls backward due to inertia of rest. sitting in എന്താണ്, falls backward due to inertia of rest. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് മാങ്ങ കുളിക്കാത്തതായിട്ട് ആരുമില്ല അല്ലേ? മാങ്ങ സീസണിൽ നമ്മൾ പറമ്പിലും ഒക്കെ പോയിട്ട് എന്താണ്, മാങ്ങ കുളിക്കുന്ന ആൾക്കാരാണ്. സോ മാങ്ങ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ മാങ്ങ വീഴും അല്ലേ? മാങ്ങ കുളിക്കുന്ന സമയത്ത് മാങ്ങയല്ല, മാവ് കുളിക്കുന്ന സമയത്ത് എന്താണ്, മാങ്ങ വീഴും. എന്തുകൊണ്ടാണ് മാങ്ങ വീഴുന്നത്? എന്തുകൊണ്ടാണ്? യെസ്, അതും എന്താണ്, നമ്മുടെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണമാണ്. അതും സംഭവിക്കുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണമാണ്. എങ്ങനെയാണ് നോക്കിയേ, എന്താണ്, രണ്ടാൾക്കാർ വിടാം, എൻ്റെ മാംഗോ ട്രീ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇത്രയും നേരം റെസ്റ്റിലിരിക്കുകയായിരുന്നു അല്ലേ? മാവ് എന്തായിരുന്നു, ഇത്രയും നേരം റെസ്റ്റിലിരിക്കുകയാണ്. രണ്ട് കുരുത്തം കെട്ട ആൾക്കാർ വന്നിട്ട് എന്താണ്, മാവിനെ പിടിച്ച് ഷെയ്ക്ക് ചെയ്യാണ്. ഇത്രയും നേരം റെസ്റ്റിലിരുന്ന ആള് പെട്ടെന്ന് എന്തായി, മോഷനിലായി മാറി അല്ലേ? പെട്ടെന്ന് മോഷനിലേക്കായി മാറി. പക്ഷേ എങ്കിൽ അതിലിരിക്കുന്ന എൻ്റെ മാംഗോസിന് എന്താണ്, ഇത്രയും നേരം ഇരുന്ന് ആ റെസ്റ്റ് തന്നെ തുടരാനാണ് പ്രേരണ ഉള്ളത്. സോ എന്താണ്, അതവിടെ നിൽക്കും. ബാക്കി മാവ് ബേക്കോട്ടാവും. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇതെൻ്റെ ട്രീ ആണ്. ട്രീയിൽ എന്താണ്, കുറേ മാങ്ങുണ്ട്. എന്താണ്, രണ്ടാൾക്കാർ വന്നിട്ട് ഈ ട്രീ എന്താണ്, ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താവും, ഈ ട്രീ എന്താവും, ജസ്റ്റ് ബാക്കോട്ടേക്ക് കുലുങ്ങില്ലേ, ബാക്കോട്ടേക്ക് കുലുങ്ങും. സോ ഇവിടെ ഇരിക്കുന്ന ഈ മാംഗോസില്ലേ, അവിടെ തന്നെ ഇരിക്കാനാണ് നോക്കുക, അല്ലാണ്ട് ഈ മാവ് പോകുന്നതിനനുസരിച്ച് പോവില്ല, അവിടെ തന്നെ ഇരിക്കാനാണ് നോക്കുക. സോ ഇവിടെ മാവില്ല, സോ അതെന്താവും, താഴോട്ട് വീഴും. ഓക്കെ, താഴോട്ട് വീഴും. മനസ്സിലായോ എന്താടാ? when we shake the branches of the mango tree, the mangoes falls due to inertia of rest. മാംഗോസ് താഴെ വീഴുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് മൂലമാണ്. ഓക്കെ, നമ്മൾ പിടിച്ച് കുളിക്കുന്ന സമയത്ത് മാവ് എന്തായി, മോഷനിൽ വന്നു. പക്ഷെ അതിലുള്ള മാംഗോസ് ഒക്കെ എന്താണ്, റെസ്റ്റ് തുടരാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ആൾക്കാരാണ്. സോ എന്താണ്, മാവ് ബേക്കോട്ട് പോയാലും മാംഗോസ് എന്താണ്, അതിനൊപ്പം വരില്ല. പകരം എവിടെയായിരുന്നു അത് നിന്നത്, അതേ സ്ഥലത്ത് തന്നെ നിൽക്കും. സോ അങ്ങനെ അത് താഴോട്ട് വീഴും. മനസ്സിലായോ? മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് എന്ത്, when we heat a carpet with a stick to remove the dust particle, it fly off due to inertia of rest. ആരെയും ചെയ്യാറുണ്ടോ?
വീട്ടിലെ പണികളൊക്കെ എടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അച്ഛനും അമ്മയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അച്ഛനും അമ്മയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. എന്ത്, ഞായറാഴ്ച ദിവസങ്ങളൊക്കെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് ഈ കാർപ്പറ്റൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ് ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ തട്ടും. അതിലെ പൊടി പോക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ തട്ടും. എന്താണ് അതിലെ ഫിസിക്സ്? എന്താണ്? യെസ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അച്ഛനോ അമ്മയോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അമ്മേ അച്ഛ ഇതെന്താണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് മൂലമാണിത് ഇങ്ങനെ പൊടി താഴോട്ട് വീഴുന്നത് എന്ന്. ഓക്കെ, നോക്കിയാലോ. എന്താണ്, ഒരാളെന്താണ് ഇവിടെ കാർപ്പറ്റ് തട്ടുകയാണ്. കാർപ്പറ്റ് തട്ടുന്ന സമയത്ത് ഇത്രയും നേരം കാർപ്പറ്റ് എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നുള്ളത് അല്ലേ? ഇത്രയും നേരം കാർപ്പറ്റ് റെസ്റ്റിലായിരുന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ സ്റ്റിക്ക് വെച്ച് അടിക്കുന്ന സമയത്ത് കാർപ്പറ്റ് എന്താണ് ബാക്കോട്ട് പോകും. പക്ഷേങ്കിൽ ഇത്രയും നേരം അതിൽ പറ്റിയിരുന്ന പൊടികളൊക്കെ എന്താണ് അതിൻ്റെ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് തന്നെ തുടരാൻ നോക്കും. സോ എന്താണ്, കാർപ്പറ്റ് പോകുന്നതിനനുസരിച്ച് ഈ പൊടികളൊന്നും ബാക്കോട്ട് പോവില്ല. അത് അതേ സ്റ്റേറ്റിലാണ്, എവിടെയായിരുന്നു നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും. സോ എന്താണ്, കാർപ്പറ്റ് ബാക്കോട്ട് പോകുമ്പോൾ ഈ പൊടിയൊക്കെ എന്താണ് താഴോട്ട് വീഴും. മനസ്സിലായോടാ? ഒന്നുമില്ല, കാർപ്പറ്റ് നമ്മൾ തട്ടുന്ന സമയത്ത് കാർപ്പറ്റ് മാത്രമാണ് ബാക്കോട്ട് പോകുള്ളൂ. അതിലുള്ള പൊടികളൊക്കെ എന്താണ്, എവിടെയാണോ അത് നിന്നിരുന്നത് അതേ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രേരണ കാണിക്കും. സോ കാർപ്പറ്റ് ബാക്കോട്ട് പോകുന്ന സമയത്ത് എന്താവും, ആ പൊടികളൊക്കെ താഴോട്ട് വീഴും. അതാണ് പറയുന്നത്, വെൻ വി ഹിറ്റ് എ കാർപ്പറ്റ് വിത്ത് സ്റ്റിക്ക് ടു റിമൂവ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ഇറ്റ് ഫ്ലൈ ഓഫ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണമാണ് ആ ഡസ്റ്റ് ഒക്കെ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താ മനസ്സിലായോ? ഒന്നുമില്ല, ഒരു ബോഡിക്കും അതിന്റെ സ്വന്തം റെസ്റ്റിലാണെങ്കിൽ ആ റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രേരണയാണെന്ത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണെന്ത്, ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് മോഷൻ എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വെച്ചാൽ റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രേരണയാണെങ്കിൽ എന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ പറഞ്ഞേ? യെസ്, മോഷനിൽ തുടരാനുള്ള പ്രേരണ അല്ലേ? മോഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കാനുള്ള പ്രേരണയാണെന്ത്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് യൂണിഫോം മോഷൻ. ഓക്കെ, ചേഞ്ച് ഇറ്റ്സ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കാനുള്ള പ്രേരണയാണെന്ത്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഒരു ഫുട്ബോള് എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനെന്താണ് അങ്ങനെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള പ്രേരണ. ഓക്കെ, ഇതേ മോഷൻ, യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ സെയിം എന്താണ് മോഷനിൽ പോയിക്കൊണ്ടിരിക്കാനുള്ള പ്രേരണയാണെന്ത്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, ഒരു മോഷനിലുള്ള ബോഡിക്ക് ആ മോഷനിൽ തന്നെ തുടരാനുള്ള പ്രേരണയാണെന്ത്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയാലോ. സെയിം കേസ് ബസ്സിന്റെ കേസ്. അവിടെ എന്തായിരുന്നു, ഇനേർഷ്യ ഓഫ് റെസ്റ്റിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് എടുക്കുമ്പോഴുള്ള കേസായിരുന്നു നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കണ്ടത്. പക്ഷേ ഇതെന്താണ്, ഇനേർഷ്യ ഓഫ് മോഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് എന്താണ് വേറൊരു സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ പെട്ടെന്ന് എന്താണ് സ്റ്റോപ്പായപ്പോൾ എന്താണ്, നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ? ആക്ച്വലി മുന്നോട്ട് പോവുകയാണോ? ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ് എന്തായിരുന്നു, ഇത്രയും നേരം മോഷനിലായിരുന്നുള്ളത്. സോ മോഷനിലാവുന്ന സമയത്ത് ഞാനും എൻ്റെ ബോഡി എന്തായിരിക്കും, മോഷനിൽ തന്നെയായിരിക്കും. സെയിം മോഷനിൽ തന്നെയായിരിക്കും. സോ ബസ് നിർത്തിയാലും ബസ് സ്റ്റോപ്പായാലും എൻ്റെ ബോഡിക്ക് എന്താണ്, വീണ്ടും ആ മോഷനിൽ തന്നെ തുടരാനുള്ളൊരു പ്രേരണ ഉണ്ടാവും. ഓക്കെ, വീണ്ടും ആ മോഷനിൽ തന്നെ തുടരാനുള്ളൊരു പ്രേരണ ഉണ്ടാവും. അതുകൊണ്ടാണെന്ത് നമ്മൾ ബസ് പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് ഫോർവേഡ് മുന്നോട്ടേക്ക് നമ്മൾ ഇങ്ങനെ വീഴുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, എന്താണ്, വെൻ എ മൂവിങ് ബസ് അപ്ലൈസ് ബ്രേക്ക് ദ പാസഞ്ചർ സിറ്റിംഗ് ഇൻ ജെർക്ക് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ, പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എ മാൻ ജമ്പിങ് ഫ്രം എ മൂവിങ് ബസ് ഫോൾസ് ഫോർവേഡ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ. നമ്മൾ എന്താണ് പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നമ്മൾ എന്താണ് ചാടി ഇറങ്ങും. ഒരിക്കലും നിങ്ങൾ എന്താണ് പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് അവിടെ സഡൻ ആയിട്ട് നിൽക്കോ ഇല്ല, കുറച്ച് നേരം ആ ബസ്സിൻ്റെ ഒപ്പം കുറച്ച് മൂവ് ചെയ്ത ശേഷമാണ് നിങ്ങൾ സ്റ്റോപ്പ് ആവുള്ളൂ അല്ലേ? കാരണം എന്താണ്, പെട്ടെന്ന് ചാടി ഇറങ്ങി നമ്മൾ സഡൻ ആയിട്ട് അവിടെ നിന്നാൽ നിങ്ങൾ താഴെ വീണ് കിടക്കുന്നുണ്ടാവും. കാരണം എന്താണ്, യെസ്, ബസ് എന്താണ് മോഷനിലാണ്. സോ ബസ്സിലുള്ള ഞാനും എന്തായിരുന്നു, ഇത്രയും നേരം മോഷനിലായിരുന്നു. സോ ഇറങ്ങിയാലും
ബസ് ഞാൻ ഇറങ്ങിയാലും എൻ്റെ ബോഡി എന്താണ് മോഷനിൽ തന്നെ തുടരാൻ പ്രേരണ കാണിച്ചു കൊണ്ടിരിക്കും. സോ ഞാൻ എന്താണ് ചാടി കുറച്ചു നേരം ബസ്സിൻ്റെ ഒപ്പം എന്താണ് മുന്നോട്ട് പോയിട്ട് വേണം എന്ത് നമ്മൾ സ്റ്റോപ്പ് ആവാൻ. അല്ലാണ്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവിടെ സഡൻ ആയിട്ട് നിന്നാൽ ആ ബസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും നിങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, മനസ്സിലായോ? ഇനി സിമ്പിൾ വീട്ടിലിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. നിങ്ങൾ എന്താണ് അത്ലറ്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? 400 മീറ്റർ 500 മീറ്റർ ഒക്കെ ഓടി വരുന്ന ആൾക്കാർ എന്താണ് പെട്ടെന്ന് ആ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ട് പെട്ടെന്ന് അവിടെ നിൽക്കുമോ? ഇല്ല, കുറച്ച് നേരം എന്താണ് മുന്നോട്ട് പോയിട്ട് അവർ സ്റ്റോപ്പ് ആവുള്ളൂ. നിങ്ങളുടെ ഫാന് നിങ്ങളുടെ സ്വിച്ച് ഓഫാക്കിയ പാട് എന്താണ് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും? ഇല്ല, കുറച്ച് നേരം കറങ്ങിയിട്ട് പിന്നെ എന്താവുള്ളത് സ്റ്റോപ്പ് ആവുള്ളൂ. ഇതൊക്കെ എന്താണ് ഇനേർഷ്യ ഓഫ് മോഷനിൽ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ അറിയാത്തുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തുണ്ടോ? ഇല്ല, ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിലും നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളിതൊന്നും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇനേർഷ്യ എന്താ പഠിച്ചു? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് പഠിച്ചു, ഇനേർഷ്യ ഓഫ് മോഷൻ ഇപ്പോൾ നമ്മൾ പഠിച്ചു. സോ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഇനേർഷ്യ ഓഫ് മോഷനിൽ ഇതൊക്കെ വരില്ലേ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് മൂന്നാമത്തെ ആളാണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അതാണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. എന്തായിരിക്കും ഇവിടെ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ പറഞ്ഞേ? റെസ്റ്റും ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും പഠിച്ച് നമുക്ക് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഡെഫിനിഷൻ കാണാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ? യെസ്, ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് ഡയറക്ഷൻ അല്ലേ? എന്താണ് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ? അതിന്റെ മോഷനിലുള്ള ഡയറക്ഷൻ എന്താണ്? ചേഞ്ച് ചെയ്യാനുള്ള പ്രേരണ. ചേഞ്ച് ചെയ്യാനുള്ള പ്രേരണ ഇല്ലായ്മ. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിക്ക് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്യാനുള്ള പ്രേരണ. ഓക്കെ, അതാണ് എന്ത് ഡയറക്ഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. എന്താണ് നിങ്ങൾ കാറിലൊക്കെ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വളവ് കാണുന്ന സമയത്ത് നമ്മൾ വളവ് തിരിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങൾ പോകുന്ന പോലെ തോന്നലില്ലേ? അതായത് എന്താണ് ഒരു കാറ് പോവുകയാണ് ഇത്രയും നേരം സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് എനിക്ക് എന്താണ് ഒരു വളവ് തിരിയണം, പെട്ടെന്ന് വളവ് തിരിയണം. ഓക്കെ, വളവ് തിരിയണം. സോ ഞാൻ എന്താണ് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ എന്താണ് കുറച്ച് ചരിയുന്ന പോലെ എനിക്ക് തോന്നും. കാരണം എന്താണ്? യെസ്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ അല്ലേ? എന്താണ് ഇത്രയും നേരം ഞാൻ സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സോ എൻ്റെ ബോഡിക്ക് എന്താണ് കാറ് വളവ് തിരിഞ്ഞാലും എൻ്റെ ബോഡിക്ക് എന്ത് വേണം? ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോകാനുള്ള പ്രേരണയായിരിക്കും ഉണ്ടാവുക. സോ പെട്ടെന്ന് എന്താണ് വളവ് തിരിയുന്ന സമയത്ത് എനിക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോകാനുള്ള പ്രേരണയായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് എന്ത് സൈഡോട്ട് കുറച്ച് തെറിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. വെൻ എ കാർ മേക്സ് എ ഷാർപ്പ് ടേൺ അറ്റ് എ ഹൈ സ്പീഡ് ദ ഡ്രൈവർ ടെൻഡ്സ് ടു ഗെറ്റ് ത്രോൺ ടു അനദർ സൈഡ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ റൊട്ടേറ്റിംഗ് വീൽസ് ഓഫ് എനി വെഹിക്കിൾ ത്രോ ഔട്ട് മഡ് ഇഫ് എനി ടാൻജൻഷ്യലി. നിങ്ങൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് സ്പീഡിൽ പോകുന്ന ആൾക്കാർ ചെളി തെറിപ്പിച്ച് പോകുന്നത് നിങ്ങൾ കാണല്ലേ? സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ മേത്ത് കുറേ ചെളിയായിട്ടുണ്ട്. ഞാൻ പറയും കുറച്ച് പതുക്കെ പോയിക്കൂടെ? നിങ്ങൾ പറയല്ലേ അങ്ങനെ? അതാണെന്ത് ചെളിയൊക്കെ എന്താണ് ടാൻജൻഷ്യലി പോകുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് എന്തുകൊണ്ടാണ്? യെസ്, എന്താണ് ഇത് വീലാണ്, എൻ്റെ കാറിൻ്റെ വീലാണിത്, കാറിൻ്റെ വീലാണ്. ഈ കാറിൽ എന്താണ് ഒരു ചെളി പറ്റി പിടിച്ചു. എന്താണ് ഇതെന്താണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, എന്താണ് റൊട്ടേറ്റ് ചെയ്യാണ്. പക്ഷെങ്കിൽ ഈ ചെളിക്ക് എന്താണ് ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ തുടരാനുള്ള പ്രേരണയായിരിക്കും ഉണ്ടാവുക. എന്ത് ഇയാൾക്ക് ഉണ്ടാവുക? പെട്ടെന്ന് ഇതിങ്ങനെ കർവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിന് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ തുടരാനുള്ള പ്രേരണയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണെന്ത് മഡ് ടാൻജൻഷ്യലി തെറിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. സോ മനസ്സിലായില്ലേ ഗൈസ്? എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, എന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ, എന്താണ് ഡയറക്ഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്നൊക്കെ ഇനി ആരും മറക്കില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഇതാ നമ്മുടെ താരം എത്തിയിരിക്കുകയാണ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ പറഞ്ഞു എന്ത്? ഈ ഗലീലിയോ ഒക്കെ കണ്ടുപിടിച്ച ഈ ഇനേർഷ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ന്യൂട്ടൺ ഒരു കാര്യം പറഞ്ഞു. എന്ത്? എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, എന്താണ് പറഞ്ഞത്?
ഏതൊരു ബോഡിയും എന്താണ് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം സ്ട്രേറ്റ് ലൈൻ മോഷനിലും തുടർന്നു കൊണ്ടിരിക്കാൻ ശ്രമിക്കും. എപ്പോൾ വരെ? യെസ്, അതിലേക്ക് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നവരെ ഏതൊരു ബോഡിയും അത് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അതേ സ്റ്റേറ്റിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കാൻ ശ്രമിക്കും. അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, അല്ലെങ്കിൽ നമുക്ക് ലോ ഓഫ് ഇനേർഷ്യ എന്നും പറയാം. എന്താണ്? ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, എന്താണ് പറഞ്ഞത്? എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അതെന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്നവരെ ആ ബോഡി റെസ്റ്റ് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അത് ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കാനുള്ള മോഷനിൽ തന്നെ തുടരാനുള്ള പ്രേരണ കാണിക്കും. എപ്പോൾ വരെ? അതിലേക്ക് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നവരെ, അൺലെസ് കമ്പൽഡ് ബൈ സം എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അതിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്നത് വരെ അത് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അതേ സ്റ്റേറ്റ് തന്നെ തുടരാനുള്ള പ്രേരണ കാണിക്കും. അതാണ് നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഏത് നിയമമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനേർഷ്യ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഒരു ഫുട്ബോൾ എന്താണ്? ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചു. ഇപ്പം എന്താണ്? ആ ഒബ്ജക്റ്റ് എന്താണ്? റെസ്റ്റിലാണുള്ളത് അല്ലേ? ആ ഒബ്ജക്റ്റ് എന്താണ്? റെസ്റ്റിലാണുള്ളത്. റെസ്റ്റിലിരിക്കുന്ന ബോഡി റെസ്റ്റ് തന്നെ തുടരും. നമ്മൾ അവിടെ അയാൾക്ക് ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് എത്ര മഴയായാലും വെയിലായാലും കാറ്റായാലും എന്തായാലും, കാറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, വെള്ളം എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. വെള്ളമൊക്കെ നല്ല ശക്തിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ബോൾ സ്റ്റേറ്റ് മാറാം. സോ അത് വരാൻ പറ്റില്ല. കാറ്റും ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സസ് തന്നെയാണ്. സോ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആ ബോളിന്റെ ജീവിതകാലം മുഴുവൻ എന്താണ്? അവിടെ തന്നെ നിലയുറപ്പിക്കും, അവിടെ തന്നെ നിൽക്കും. ഓക്കെ, എന്താണ്? ഒരു ഫുട്ബോളർ വന്നു, ഫസ്റ്റ് എന്താണ്? ആ റെസ്റ്റിലിരിക്കുന്ന ബോഡീനെ കിക്ക് ചെയ്തു. ഓക്കെ, ആ റെസ്റ്റിലിരിക്കുന്ന ബോഡീനെ കിക്ക് ചെയ്യുമ്പോൾ എന്തായി? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു അല്ലേ? കാലെന്തായി? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ രൂപത്തിൽ വന്നു. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് റെസ്റ്റിലുള്ള ബോഡി എന്തായി മാറി? യെസ്, മോഷനിലേക്കായി. എന്താണ്? an object in motion. ഈ ഒബ്ജക്റ്റ് എന്താണ്? മോഷനിൽ തന്നെ കണ്ടിന്യൂസ് ചെയ്യും. കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, കോൺസ്റ്റന്റ് സ്പീഡിലും ഡയറക്ഷനും മോഷനിൽ തന്നെ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ചെയ്യും. എപ്പോൾ വരെ? യെസ്, വേറെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നവരെ. ഇവിടെ എന്താണ്? നെറ്റ്. ഓക്കെ, ഗോൾ പോസ്റ്റിൽ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട്. ആ നെറ്റിൽ വന്ന് തട്ടുമ്പോൾ അല്ലാണ്ട്, അഥവാ ഈ ഗോൾ പോസ്റ്റ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബോൾ എന്താണ്? വീണ്ടും അതിൻ്റെ മോഷനിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഈ നെറ്റ് ഉള്ളത് കൊണ്ട് എന്തായി? അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെട്ടു. സോ എന്തായി? ബോളിലൊരു ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്തു. സോ ബോൾ എന്തായി? സ്റ്റോപ്പായി. മനസ്സിലായോ എന്താണ് ന്യൂട്ടൺസ് ലോ പറഞ്ഞതെന്ന്? ഒന്നുമില്ല, ഒരു ബോഡി, എവറി ബോഡി കണ്ടിന്യൂസ്. ഉറക്കെ പറഞ്ഞു പഠിച്ചോളൂ. വീട്ടിലെ ആൾക്കാരൊക്കെ നോക്കട്ടെ, അച്ഛനും അമ്മയും അത്ഭുതപ്പെടട്ടെ, എൻ്റെ മോൻ ഇത്രയും പഠിക്കാനായോ അല്ലേ, പഠിക്കുന്ന ബോധം വന്നതൊക്കെ വിചാരിക്കട്ടെ. എന്താണ്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. എപ്പോൾ വരെ? അൺലെസ് കമ്പൽഡ് ബൈ സം എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. The state of rest or uniform linear motion straight line motion തന്നെ both imply zero. എന്താണ് പറഞ്ഞത്? സീറോ ആക്സിലറേഷൻ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡി അല്ലെങ്കിൽ യൂണിഫോം ലീനിയർ മോഷൻ ഉള്ള ഒരു ബോഡി എന്താണ്? അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്താണ്? നമ്മൾ പഠിച്ചതല്ലേ നമ്മൾ? ഇതിൽ പഠിച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. എന്ത്? ഒരു വസ്തുവിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ത്? ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ എന്ന്. അല്ലേ? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവുമോ?
ഇല്ല. ആക്സിലറേഷൻ ഉണ്ടാവില്ല. സോറി, ആക്സിലറേഷൻ അല്ല, വെലോസിറ്റി ഉണ്ടാവില്ല. വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പം? ആ ബോഡി റെസ്റ്റിലാകുന്ന സമയത്ത്. ലീനിയർ മോഷനിലാണെങ്കിലോ അവിടെ റെസ്റ്റ് അല്ല, മോഷനിലുണ്ട്. അവിടെ വെലോസിറ്റി ഉണ്ടാവും, പക്ഷെ എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ളപ്പം ആക്സിലറേഷൻ ആക്ട് ചെയ്യപ്പെടുമോ? ഇല്ല. ആക്സിലറേഷൻ ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വേണം. ഇവിടെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ്, യൂണിഫോം ആണല്ലേ. സോ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ വെലോസിറ്റി എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കില്ല. സോ അവിടെ എന്തായിരിക്കും? ആക്സിലറേഷൻ 0 ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം ലീനിയർ മോഷൻ ബോത്ത് ഇംപ്ലൈസ് 0 ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0, ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് 0. എന്താണ്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷനും എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, എന്താണ്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷനും 0 ആയിരിക്കും. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താവും? ആക്സിലറേഷൻ ഉണ്ടാവുമായിരുന്നു. പക്ഷെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ നമ്മൾ എന്താണ്? ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യപ്പെടുന്നില്ല. സോ അവിടെ എന്താണ്? ആക്സിലറേഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിൽ നമ്മൾ എന്താണ്? ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യപ്പെടുന്നില്ല. സോ അവിടെ എന്താണ്? ആക്സിലറേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആക്സിലറേഷൻ ക്യാൻ ബി നോൺ സീറോ. നോൺ സീറോ എന്ന് വെച്ചാൽ ഓക്കെ, നോട്ട് ഈക്വൽ ടു 0, 0 അല്ലാണ്ടാവുക. ഓക്കെ, സം വാല്യൂ ആവുക. ആക്സിലറേഷൻ ക്യാൻ ബി നോൺ സീറോ ഓൺലി ഇഫ് there is a net external force on the body. ആ ബോഡിയിൽ സം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എന്ത്? എൻ്റെ ആക്സിലറേഷൻ ആക്റ്റീവ് ആവുക, 0 അല്ലാതായി മാറുക. ഓക്കെ, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ ഞാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താവും? ആക്സിലറേഷൻ വരും. അതേപോലെ തന്നെ യൂണിഫോം ലീനിയർ മോഷനിൽ പോകുന്ന സാധനത്തിൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ അവിടെ എന്താണ്? യെസ്, ആക്സിലറേഷൻ വരും. മനസ്സിലായോ? ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ആക്സിലറേഷനും ആക്ട് ചെയ്യുക. ഓക്കെ, the following conclusion can be readily drawn from Newton's first law of motion. ഈ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ്. എന്താണ്? ഇഫ് എ ബോഡി ഈസ് റെസ്റ്റ് ഓർ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡിന്റെ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ പോവുകയാണ്. ഇൻ എ സ്ട്രേറ്റ് ലൈൻ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് 0. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോഡി എന്താണ്? യൂണിഫോം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ യൂണിഫോം മോഷനിൽ പോവുകയാണെങ്കിൽ അവിടെ എന്താണ്? ഫോഴ്സ് 0 ആയിരിക്കും. അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അഥവാ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നില്ല. നെക്സ്റ്റ്, സിൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, ഫോഴ്സ് ആക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി. അവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ഈസ് 0. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. എന്ത്? ഒരു ഫുട്ബോൾ എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ എന്താണ്? ജസ്റ്റ് കാലുകൊണ്ട് ഇങ്ങനെ കിക്ക് ചെയ്തു. ജസ്റ്റ് കാലുകൊണ്ട് ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡ് എന്താണ്? കൂടൂല്ലേ? സ്പീഡ് എന്താണ്? കൂടും. സ്പീഡാണെങ്കിൽ കൂടുന്നത്, മാസ് കൂടില്ല. കിക്ക് ചെയ്തതിന് ശേഷം ബോളിൻ്റെ വലിപ്പം കൂടിപ്പോയെന്ന് വിചാരിക്കരുത്. സ്പീഡ് കൂടും അല്ലേ? സ്പീഡ് എന്താവും? സ്പീഡ് കൂടും. ഓക്കെ, സ്പീഡ് കൂടും. അവിടെ എന്തായി? യെസ്, അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി വന്നു. ആദ്യത്തെ വെലോസിറ്റി u ആണെങ്കിലും പിന്നെ എന്ത് വന്നു? v വന്നു അല്ലേ? അവിടെ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ഉണ്ടായി. സോ അവിടെ എന്താണ്? ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് അവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായത്. സോ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായത് കൊണ്ട് അവിടെ എന്തായി? ആക്സിലറേഷൻ ഉണ്ടായി. ഓക്കെ, ആക്സിലറേഷൻ ഉണ്ടായി. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇഫ് എ ബോഡി ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്, കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇൻ എ സർക്കിൾ, ഓക്കെ, ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ സർക്കിളിൽ മൂവ് ചെയ്യണം. ദെൻ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു കീപ് ഇറ്റ് ഗോയിങ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, ഒരു ബോഡി എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോഡിക്ക് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് റിക്വയർഡ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ദ ഡയറക്ഷൻ ഈസ് ചേഞ്ചിങ്. അവിടെ എന്താണ്? ഓരോ പോയിന്റിലും എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓരോ പോയിന്റിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്താണ്? ഫോഴ്സ് ആവശ്യമാണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ
നമുക്ക് അറിയരുതെന്ന് പറയരുത്. ഇനേർഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഏതിലെങ്കിലുള്ള 2 എക്സാമ്പിൾ എടുത്ത് എഴുതുക. ഓക്കെ.